ഗോൽക്കൊണ്ട കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാംദാസ് ജയിൽ സന്ദർശിച്ചതിന് ശേഷം അവിടെ നിന്നും ഗോൽക്കൊണ്ട കോട്ടയുടെ മുകളിലേക്കുള്ള നടത്തം യാത്രാസംഘത്തിലെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കിടയിൽ നമ്മുടെ ഗ്രൂപ്പിലെ സുന്ദരിമാർ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പല പോസിലുള്ള ഫോട്ടോ എടുക്കാനും മറന്നില്ല. 2 സുന്ദരിമാർക്കൊപ്പം മൂന്നാമതൊരു സുന്ദരിയും കൂടി ചേർന്ന് അവരുടെ ഫോട്ടോയും എടുത്ത് അങ്ങനെ യാത്ര അടിപൊളിയാക്കി അവിടെ നിന്നും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രാസംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാളാണ് അഭിനന്ദൻ. അഭിനന്ദൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പമാണ് ഈ യാത്രയിൽ പങ്കെടുക്കാനായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള വിവിധ പ്രായക്കാരാണ് ഈ യാത്രയിലെ യാത്രാർത്ഥികളിൽ ഏറെ പേരും. അങ്ങനെ എല്ലാവരും ഗോൽക്കൊണ്ട കോട്ടയുടെ മനോഹരമായ കാഴ്ചകളും അതിനുള്ളിലെ അത്ഭുതകരമായ നിർമ്മിതികളും അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അനവധി ചരിത്ര സ്മാരകങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലോക്കൽ ഗൈഡ് നമ്മെ അവിടെ നിർത്തി ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളും ആ സ്ഥലത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും ഒക്കെ തനിക്കറിയാവുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ പറഞ്ഞ് യാത്രാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം നടന്ന് കോട്ടയുടെ ഏതാണ്ട് മുകളിലെത്തുമ്പോൾ അവിടെ ഒരു കാളി ക്ഷേത്രവും അതോടനുബന്ധിച്ച് പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ട ഒരു മഹാനന്ദിയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാളി ടെമ്പിളിൻ്റെ പുറകുവശത്തായി വലിയ പാറയിൽ പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ് നന്ദി. ഈ പ്രകൃതിദത്തമായ നിർമ്മിതിയുടെ മഹാത്മ്യവും ഈ കാളി ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമൊക്കെ ലോക്കൽ ഗൈഡ് യാത്രാസംഘത്തിലെ അംഗങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് തോന്നുന്നത് ഇവിടെ വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയിൽ സഹജമായി നിൽക്കുന്ന വലിയ പാറകൾക്ക് മേൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഭീമാകാരമായ മതിലുകളും കോട്ടകളും മറ്റുമാണ്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുകളിൽ കാളി ക്ഷേത്രത്തിലേക്ക് കയറി കാളി ദേവിയെ സന്ദർശിച്ചതിന് ശേഷം യാത്രാസംഘത്തിലെ ഓരോരുത്തരും തിരികെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന യാത്രികരെ അനുഗ്രഹിക്കാനായി മഹാകാളി തൻ്റെ സർവശക്തിയും പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനോഹരമായ പെയിൻറ്റിങ്ങും നമുക്കിവിടെ കാളിക്ഷേത്രത്തിൻ്റെ അടുത്തായി കല്ലിൽ കാണാവുന്നതാണ്. വളരെ മനോഹരമായി ഇത് പെയിൻറ് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റിനെ നമ്മൾ എത്രമാത്രം പുകഴ്ത്തിയാലും മതിയാവില്ല. അത്ര മനോഹരമായിട്ടാണ് ഈ പാറയുടെ മുകളിൽ കാളിയെ വരച്ചുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ മഹാകാളി ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് യാത്രാസംഘത്തിലെ മറ്റാൾക്കാർക്കൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുക വിശാലമായ ഒരു തുറന്ന സ്ഥലവും അതിനോടനുബന്ധമായി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാനിർമ്മിതിയുമാണ്. പണ്ടുകാലത്ത് രാജാക്കന്മാർ കുടുംബസമേതം വസിച്ചിരുന്ന കൊട്ടാരമാണ് ഈ ശിഖരത്തിൻ്റെ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. രാജാക്കന്മാർ തങ്ങളുടെ പരിവാരത്തോടൊപ്പം കഴിഞ്ഞിരുന്ന സ്ഥലമാണ്. ഇവിടെ രാജാവിനും റാണിമാർക്കും രാജപരിവാരങ്ങൾക്കും സുഖമായി കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ രാജകൊട്ടാരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധങ്ങളായ മുറികളും അതുപോലെ തന്നെ രാജ ദർബാറും ഒപ്പം രാജാവിന് പ്രജകളെ കാണുന്നതിനും അതുപോലെ തന്നെ പ്രജകളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിനും ഒക്കെയുള്ള സ്ഥലങ്ങൾ ഇവിടെ പ്രത്യേകമായി പണി കഴിപ്പിച്ചിരിക്കുന്നു. ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് ഉള്ള
മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഹൈദരാബാദിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന, കോട്ടയുടെ ഏറ്റവും അഗ്രഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അരമനയുടെ ഏറ്റവും മുകളിൽ നിന്ന് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. താഴെ കാണുന്ന ആൾക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്ര ഉയരത്തിൽ നിന്നാണ് ഈ കാഴ്ച നാം കാണുന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമാകുന്നു. വിശാലമായ മുറ്റവും ആ മുറ്റത്തിന് വശത്തായി നിൽക്കുന്ന കാളി പ്രതിമയും, അതുപോലെ തന്നെ ചുറ്റുമുള്ള കോട്ടമതിലും, കോട്ടമതിലിന് ബലമായി നിൽക്കുന്ന പാറക്കെട്ടുകളും, പാറക്കെട്ടുകളിൽ വളരെ ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്ന കോട്ടമതിലും എല്ലാം ഈ കോട്ടയെയും ഇവിടെയുള്ള രാജഭവനത്തെയും അതിമനോഹരമാക്കുന്നു. അവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ വിശാലമായ വനപ്രദേശങ്ങളും ഹൈദരാബാദ് സിറ്റിയുടെ മനോഹരമായ കാഴ്ചയും, അതുപോലെ തന്നെ കോട്ടയുടെ വിശാലമായ മതിൽക്കെട്ടുകളും ഒക്കെയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുക. 1500കളിൽ നിർമ്മിച്ച ഈ കോട്ട എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും എത്ര മനോഹരമായിട്ടാണ് ഇത് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളതും എത്രമാത്രം ദീർഘവീക്ഷണമായിരുന്നു അന്നത്തെ രാജാക്കന്മാർക്കും രാജശില്പികൾക്കും ഉണ്ടായിരുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ചതുരപ്പെട്ടി പോലെയുള്ള ജനലുകൾ രാജപത്നിമാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുടെ ഒരു ഭാഗമാണ്. രാജസദസ്സ് നടക്കുമ്പോൾ രാജപത്നിമാർ ഈ സുഷിരങ്ങളിലൂടെയാണ് രാജസദസ്സ് വീക്ഷിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ദീർഘവീക്ഷണത്തോടെയാണ് ഈ കോട്ടയുടെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അങ്ങനെ കോട്ടയുടെ ഏറ്റവും മുകൾ വശത്തുള്ള നിർമ്മിതികളും ഒക്കെ കണ്ട് അവിടെ നിന്നും ധാരാളം ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമ്മുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഈ കാണുന്നത് രാജനർത്തകിമാർ പാർത്തിരുന്ന ഇടമാണ്. രാജസദസ്സിലെ നർത്തകിമാർ വളരെ പ്രധാന സ്ഥാനമാണ് അന്ന് അലങ്കരിച്ചിരുന്നത്. എല്ലാ കോട്ടകളിലും എല്ലാ രാജഭവനങ്ങളിലും അരമനകളിലും ധാരാളം നർത്തകിമാരെ പാർപ്പിക്കുകയും രാജസദസ്സ് കൂടുമ്പോഴും രാജാവിൻ്റെ അതിഥികൾ എത്തുമ്പോഴും ഈ നർത്തകിമാരാണ് അവരെ നൃത്തത്തിലൂടെ ആനന്ദിപ്പിച്ചിരുന്നതും അവർക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് നൽകിയിരുന്നതും. ഈ നർത്തകിമാരുടെ വാസഗേഹങ്ങളും അതുപോലെ തന്നെ നർത്തകിമാർ നൃത്തം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വിശാലമായ തുറന്ന സ്ഥലങ്ങളും ഒക്കെയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിപ്പെടുക. നർത്തകിമാർ വളരെയേറെ ശക്തമായ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർക്കുള്ള പാർപ്പിടവും അവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ രാജസദസ്സിലും ഒരുക്കി കൊടുത്തിരുന്നു. വിശാലമായ നൃത്തം നടക്കുന്ന ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്ന കാരഞ്ചിയാണ് ഇപ്പോൾ ഈ ലോക്കൽ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. വൈദ്യുതിയോ മറ്റ് യന്ത്ര സഹായങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഹാൻഡ് പമ്പ് ഉപയോഗിച്ചാണ് ഈ കാരഞ്ചി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നാം മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ രാജകൊട്ടാരത്തിൻ്റെ ദർബാർ ഹാളിലേക്കാണ് നാം എത്തിച്ചേരുക. അവിടെയുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ ആ ഹാളിൻ്റെ ഏത് ഭാഗത്തു നിന്ന് സംസാരിച്ചാലും അത് ഹാളിൽ നിൽക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായി കേൾക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ്. മൈക്കോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് എത്ര വൈദഗ്ധ്യത്തോടെയാണ് ഓരോ കാര്യവും ചെയ്തിരുന്നത് എന്ന് ഈ വക പ്രവർത്തനങ്ങൾ
നമ്മെ കാണിച്ചു തരുന്നതാണ്. മനോഹരമായ നിർമ്മിതിയും ഒപ്പം തന്നെ അന്നത്തെ ആവശ്യങ്ങൾക്ക് പൂരകമായ രീതിയിൽ വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും നിറഞ്ഞതായിരുന്നു ഇവിടുത്തെ ഓരോ നിർമ്മിതിയും. രാജ സദസ്സിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് കൈയടിക്കുകയോ ഇല്ലെങ്കിൽ ചെറിയ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് 100 മടങ്ങായി പ്രതിധ്വനിക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങളും ഡിസൈൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രകടനമാണ് ഇപ്പോൾ ലോക്കൽ ഗൈഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം അത്തരം അത്ഭുതകരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്രികർ എല്ലാവരും ഗൈഡിനോടൊപ്പം തിരികെ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളും കണ്ട് മലയിറങ്ങുകയാണ്. കല്ലുവിരിച്ച മനോഹരമായ പാതകളിലൂടെ തിരിച്ചിറങ്ങുമ്പോൾ എത്ര കണ്ടാലും മതി വരാത്ത ധാരാളം കാഴ്ചകളാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുക. എത്ര കണ്ടാലും മതി വരാത്ത വിസ്മയ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോക്കൽ ഗൈഡ് തനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ഇവിടെയുള്ള വിവിധതരം മനോഹരമായ കാഴ്ചകളെപ്പറ്റിയും ഇവിടെയുള്ള മനോഹരമായ സൃഷ്ടികളെപ്പറ്റിയും ഒക്കെ വിവരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം കാഴ്ചകൾ കണ്ട് മുന്നേറുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇവിടുത്തെ പല അത്ഭുതകരമായ പ്രതിഭാസങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലത്തെ പോലെ അക്കാലത്ത് മൈക്ക് സിസ്റ്റമോ സൗണ്ട് സിസ്റ്റമോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ജനങ്ങൾ ഒത്തുചേരുമ്പോൾ എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്തിരുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അവരിലേക്ക് തങ്ങളുടെ സന്ദേശങ്ങൾ എത്തിച്ചിരുന്നതെന്നും ലോക്കൽ ഗൈഡ് നമുക്ക് വിവരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നിർമ്മിതിയുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയാൽ അത് ആ ഹാളിലിരിക്കുന്ന എല്ലാവർക്കും വളരെ ഭംഗിയായി കേൾക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ നിർമ്മിതികൾ നടത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നാം ആ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു വിശാലമായ നടുമുറ്റത്തേക്കാണ്. പുല്ല് വിരിച്ച് നല്ല വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു വിശാലമായ ഹാളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ സാധാരണ ദിവസങ്ങളിൽ ലേസർ ഷോകൾ നടക്കാറുണ്ട്. ധാരാളം ആളുകൾ ഒത്തുചേരുകയും ഈ ലേസർ ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു വേണ്ട ഉപകരണങ്ങളും ചെയറുകളും കസേരകളും മറ്റ് അണിധാരികളുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതും പ്രദർശിപ്പിച്ചിരിക്കുന്നതും. അങ്ങനെ ഈ കോട്ടയ്ക്കുള്ളിലെ പുരാതനവും ആധുനികവുമായ മനോഹര കാഴ്ചകളും കണ്ട് അത്ഭുത നിർമ്മിതികളുടെ മധ്യത്തിലൂടെ നടന്ന് വിശാലമായി മനോഹരമായി വിരിച്ചിരിക്കുന്ന കൽപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങി ഇപ്പോൾ ഈ കോട്ടയുടെ പുറത്തേക്കുള്ള വഴിയുടെ അരികിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് ഈ മഹത്തായ നിർമ്മിതി കാണുവാനും അതിലെ അത്ഭുതങ്ങൾ വീക്ഷിക്കാനുമായ സംതൃപ്തിയോടെ എല്ലാവരും തങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.